എല്ലാവർക്കും സൂക്കോ പി എസ് സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പരിഷ്കരിച്ച വിദേശ സംഭാവന നിയന്ത്രണ നിയമം FCRA കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വിത്തൗട്ട് ഫർദർ അഡു ലെറ്റ് സ്റ്റാർട്ട്. 2026 ജൂൺ 22 വിദേശ സംഭാവന നിയന്ത്രണ നിയമം അഥവാ ഫോറിൻ കോൺട്രിബ്യൂഷൻസ് റെഗുലേഷൻ ആക്ട് FCRA നിയമത്തിൽ ഭേദഗതി വരുത്തി നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ച് കേന്ദ്ര സർക്കാർ. വിദേശ ഫണ്ട് സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന NGOകൾക്കും സംഘടനകൾക്കും ബാധകമായ നിയമമാണ് FCRA. ഈ നിയമത്തിലാണ് ഇപ്പോൾ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. ഇനി മുതൽ വിദേശ ഫണ്ട് സ്വീകരിക്കാൻ NGOകൾ എവിടെയാണ് തങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും ഫണ്ട് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്നും വ്യക്തമാക്കിയിരിക്കണം എന്ന് പുതിയ ഭേദഗതിയിലൂടെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. ഭേദഗതി പ്രകാരം അപേക്ഷകർക്ക് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പ്രവർത്തന ലക്ഷ്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ തിരഞ്ഞെടുക്കാൻ സാധിക്കുള്ളൂ. മതപരമായ കാര്യങ്ങൾ, വിദ്യാഭ്യാസം, സാംസ്കാരികം, സാമൂഹികം, സാമ്പത്തികം ഉൾപ്പെടെയുള്ള മേഖലകളുമായി ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങൾ സർക്കാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മതപരമായ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് സ്വീകരിക്കാമെങ്കിലും മതം മാറ്റൽ പ്രവർത്തനങ്ങളെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. മതപരമായ വിദ്യാഭ്യാസം, വിശ്വാസ പാരമ്പര്യങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റേഷൻ, ആദിവാസി വിഭാഗങ്ങളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കുക തുടങ്ങിയവയിലൊന്നിലും മതം മാറ്റം പാടില്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കുന്നു. ഇന്ത്യൻ വംശജർ ഒഴികെയുള്ള വിദേശ പൗരന്മാരെ പ്രധാന പ്രവർത്തകരായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഏതൊരു അസോസിയേഷനെയും നിയമപ്രകാരം രജിസ്ട്രേഷൻ അനുവദിക്കുന്നതിനോ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിനുള്ള മുൻകൂർ അനുമതിക്കോ സാധാരണഗതിയിൽ പരിഗണിക്കില്ലെന്ന് കേന്ദ്രം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു. എന്നാൽ പ്രത്യേക സാഹചര്യങ്ങളിൽ ഇളവ് നൽകാനുള്ള സാധ്യതയും സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. രാജ്യത്ത് രജിസ്റ്റർ ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് ഭാവിയിൽ കൂടുതൽ സംസ്ഥാനങ്ങളിലേക്കോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന ലക്ഷ്യങ്ങൾ വ്യാപിപ്പിക്കാനോ താൽപ്പര്യമുണ്ടെങ്കിൽ അധിക ഫീസ് നൽകേണ്ടതായി വരും. 2026 മുമ്പ് രജിസ്റ്റർ ചെയ്ത എല്ലാ സംഘടനകളും അവരവരുടെ പ്രവർത്തന ലക്ഷ്യങ്ങളും മേഖലയും ഒരു വർഷത്തിനുള്ളിൽ തന്നെ സർക്കാരിനെ അറിയിച്ചിരിക്കണം. NGOകൾ തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും സർക്കാരിന് മുന്നിൽ വെളിപ്പെടുത്തേണ്ടതുണ്ട്. വിദേശ ഫണ്ട് സ്വീകരിക്കുന്ന NGOകൾക്ക് സാമൂഹിക മാധ്യമ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങളും നൽകേണ്ടത് പ്രധാനമാണെന്ന് സർക്കാർ അറിയിച്ചു. ഇടനിലക്കാർ വഴിയോ ഡോണർ അഡ്വൈസ്ഡ് ഫണ്ട് വഴിയോ ഫണ്ടുകൾ NGOകൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ പണത്തിൻ്റെ അന്തിമദാതാവിനെ അഥവാ പണത്തിൻ്റെ യഥാർത്ഥ ഉറവിടം എന്താണെന്ന് വെളിപ്പെടുത്തണം. NGO അവരുടെ അപേക്ഷകളിൽ വാർഷിക സാമ്പത്തിക റിപ്പോർട്ടിനോടൊപ്പം വിശദമായ പ്രവർത്തന റിപ്പോർട്ടും സമർപ്പിക്കണമെന്ന് കേന്ദ്രം വ്യക്തമാക്കി. NGOകളുടെ പ്രവർത്തനത്തിൽ കൂടുതൽ സുതാര്യതയും ഉത്തരവാദിത്തവും ഉറപ്പാക്കുകയാണ് പുതിയ ചട്ടങ്ങൾ വഴി ലക്ഷ്യമിടുന്നത് കേന്ദ്ര സർക്കാർ പറയുന്നു. FCRA ഫീസും മറ്റ് ചെലവുകളും നോക്കാം. ഓരോ NGOകളും തങ്ങളുടെ പ്രവർത്തന മേഖലയിലേക്ക് അധികമായി ചേർക്കുന്ന സംസ്ഥാനങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും 300 രൂപ വീതം ഫീസ് നൽകണം. ലൈസൻസ് അവസാനിപ്പിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2 സാമ്പത്തിക വർഷത്തിനുള്ളിൽ 10 ലക്ഷം രൂപയെങ്കിലും വിദേശ ഫണ്ടിൽ നിന്ന് ചെലവഴിക്കണമെന്ന് നിയമം പറയുന്നു. മുൻകൂർ അനുമതി ലഭിച്ച സംഘടനകളാണെങ്കിൽ അവർക്ക് ലഭിച്ച ഫണ്ടിൻ്റെ 75% ഗഡു ലഭിക്കാനായി ചെലവഴിക്കേണ്ടതുണ്ട്. FCRA ഭേദഗതി ബില്ലിൻ്റെ നാൾവഴികൾ നമുക്ക് നോക്കാം. 2026 മാർച്ച് 25 ലോക്സഭയിൽ വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ അവതരിപ്പിച്ചത്. 2010 വിദേശ സംഭാവന നിയന്ത്രണ നിയമം ഭേദഗതി ചെയ്യുന്നതിനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. FCRA ഭേദഗതി ബിൽ 2026 ലോക്സഭയിൽ അവതരിപ്പിച്ചത് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് ആണ്. 2026 ജൂൺ 22 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ നോട്ടിഫിക്കേഷനിലാണ് FCRA നിയമത്തിലെ പുതിയ ഭേദഗതികൾ ഉള്ളത്. ഓർക്കുക, FCRA ഭേദഗതിക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനങ്ങൾ എക്സിക്യൂട്ടീവ് നടപടികളാണ്. 2010 FCRA നിയമം സെക്ഷൻ 48 പ്രകാരം FCRA നിയമം നടപ്പാക്കുന്നതിനുള്ള ഭരണപരമായ നിയമങ്ങൾ നിർമ്മിക്കാനോ ഭേദഗതി ചെയ്യാനോ കേന്ദ്ര സർക്കാരിനെ അധികാരപ്പെടുന്നുണ്ട്. അതിനാൽ നിയമനിർമ്മാണ സമ്മതമില്ലാതെ ഫോമുകൾ പരിഷ്കരിക്കുന്നതിനോ അനുവദനീയമായ പ്രവർത്തനങ്ങൾ വ്യക്തമാക്കുന്നതിനോ റിപ്പോർട്ടിംഗ് ആവശ്യകതകൾ കർശനമാക്കുന്നതിനോ ആഭ്യന്തര മന്ത്രാലയത്തിന് നിയമപരമായി ഒരു ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ കഴിയും. ഈ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ 2026 ജൂൺ 22 ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ പുതിയ ഭേദഗതികൾ കൊണ്ടുവന്നത്. FCRA ഭേദഗതിയിലെ ആശങ്കകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പുതിയ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് നിയമ ഭേദഗതികൾ സർക്കാരിന് അമിതാധികാരം നൽകുന്നുവെന്നും ഇത് NGOകളുടെയും ജീവകാരുണ്യ മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും പ്രവർത്തന സ്വാതന്ത്ര്യത്തെയും സന്നദ്ധ പ്രവർത്തനങ്ങളെയും സാരമായി ബാധിക്കുന്നുവെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നതാണ് പ്രധാന ആശങ്കകൾ. എന്നാൽ കേന്ദ്ര സർക്കാർ പറയുന്നത് 16,000-ലധികം NGO അല്ലെങ്കിൽ FCRA രജിസ്റ്റർ ചെയ്ത സംഘടനകൾ വഴി വർഷം തോറും 22,000 കോടിയിലധികം വിദേശ ഫണ്ട് ഇന്ത്യയിലേക്ക് ഒഴുകുന്നു എന്നാണ് പറയുന്നത്. ഈ പണം മതപരിവർത്തനം, മറ്റു ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നു എന്ന് ആശങ്ക കേന്ദ്ര സർക്കാരിനുണ്ട്.
NGOകളുടെയും വിദേശ ഫണ്ട് സ്വീകരിക്കുന്ന മറ്റ് സംഘടനകളുടെയും ഇന്ത്യയിലുള്ള പ്രവർത്തനത്തിന് ഈ ഭേദഗതികൾ കൂടുതൽ സുതാര്യതയും വ്യക്തതയും വരുത്തുമെന്ന് കേന്ദ്ര സർക്കാർ കരുതുന്നു. 2026 മാർച്ചിൽ അവതരിപ്പിച്ച FCRA നിയമത്തിലെ പുതിയ വ്യവസ്ഥകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സൂക്കോ PSCയുടെ നന്ദി, നമസ്കാരം.